نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له حسنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا بالإسلام خير أمة يخرجت للناس نأمرون بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن أسوتنا وإمامنا ومعلمنا وقاعدنا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين. ഇത്രയും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മിൽ നിന്ന് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി നാം ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രൊഫസർ റോത്ത് ഫിൽഹോൻ, അദ്ദേഹം 95 രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള ആളുകളോട് ചോദിച്ച ഒരു ചോദ്യം, നിങ്ങളെല്ലാവരും സന്തുഷ്ടരാണോ, നിങ്ങളെല്ലാവരും ഹാപ്പിയാണോ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം 95 രാജ്യങ്ങളിൽ അവിടെയുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച മറുപടി, വിവാഹം കഴിഞ്ഞ ആളുകൾ അവരെല്ലാവരും സന്തോഷവാന്മാരാണ്, അവിവാഹിതരായിട്ടുള്ള ആളുകളാണ് അൺഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അദ്ദേഹത്തിന് ലഭിച്ച മറുപടി. വിവാഹം കഴിഞ്ഞ എല്ലാവരും സന്തുഷ്ടരാണ്? ഈ ചോദ്യത്തിന് പലതരത്തിലുള്ള
ഉത്തരം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ചിലപ്പോ യെസ് എന്നും, ചിലപ്പോ നോ എന്നും, ചിലപ്പോ കുഴപ്പമില്ല എന്നുമുള്ള ആൻസറുകൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. എങ്കിൽ ഈ ഒരു സംവിധാനം, വിവാഹം എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സംവിധാനം ആരാണ് ഉണ്ടാക്കിയത്? എന്തിനാണ് ഇങ്ങനൊരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാട് ആക്കിയത്? ആ സംവിധാനത്തെ എങ്ങനെയാണ് മനോഹരമാക്കേണ്ടത്? ഒരു വസ്തു നിർമ്മിക്കുമ്പോൾ ആ വസ്തു എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അത് ഏത് രീതിയിൽ കൊണ്ടുപോയാലാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്ന് പറയുക അതിന്റെ നിർമ്മാതാവ്. വിവാഹം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുടെ, ഒരു കരാറിന്റെ നിർമ്മാതാവ് അത് മറ്റാരുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുവാണ് ഈ ഒരു സംവിധാനത്തിന് അടിത്തറ നൽകിയത്. എങ്കിൽ പിന്നെ ആ അല്ലാഹു തന്നെ ആ സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയും നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുർ റൂമിലെ 21-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. അല്ലാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ് ഈ വിവാഹം എന്ന് പറയുന്ന ഈ ഒരു വ്യവസ്ഥ. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എന്ന് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആയത്തുകൾ എന്ന് പറയുന്നത് അള്ളാഹുവെ കുറിക്കുന്ന അടയാളങ്ങൾക്കാണ്, അള്ളാഹുവെ കണ്ടെത്താനുള്ള വഴികൾക്കാണ് ആയത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചു വരുന്നത്. അള്ളാഹുവിന്റെ ആയത്താണ് ഈ വിവാഹം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും. അല്ലാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെയും അല്ലാഹു സൃഷ്ടിച്ചു എന്ന്. എന്തിനാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നത്? നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെ സൃഷ്ടിച്ചു എന്ന് എന്തിനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നമ്മൾക്കൊരു വിചാരമുണ്ട്, എനിക്ക് മാത്രമേ ദേഷ്യവും കോപവും, എനിക്ക് മാത്രമേ സങ്കടവും വിഷമവും, എനിക്ക് മാത്രമേ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും എല്ലാം ഉള്ളൂ, എന്റെ കൂടെ കഴിയുന്ന ആ പാർട്ട്ണർക്ക് ഈ പറയുന്ന സംഗതികളൊന്നും ഇല്ല എന്ന് നമുക്കിടക്ക് തോന്നിപ്പോകും. ആ തോന്നൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയാണ്. എടോ മനുഷ്യ, നീ എങ്ങനെയാണോ, നിനക്ക് എന്തെല്ലാം വികാരങ്ങളും, നിനക്ക് എന്തെല്ലാം ഇമോഷൻസും, നിനക്ക് എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടോ, അതേപോലെ തന്നെയാണ് നിന്റെ കൂടെ കഴിയുന്ന ആളുമെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അസ്വാജ. പരിശുദ്ധ ഖുർആൻ ഒരിക്കലും ഭാര്യ, ഭർത്താവ് എന്ന് എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. സൗജി എന്നൊരു പദമാണ് പരിശുദ്ധ ഖുർആൻ അവിടെ ഉപയോഗിച്ചത്. നമ്മൾ സൗജിനെ ഇണ എന്നൊരു അർത്ഥമാണ് ട്രാൻസ്ലേഷനിലൊക്കെ കൊടുക്കാറ്. എന്താണ് ഈ സൗജി എന്ന് പറഞ്ഞാൽ? ശരിക്കും സവ്വജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിക്കലരാണ്. നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇറച്ചിയുടെ കഷ്ണവും ചോറിന്റെ കഷ്ണവും ഒക്കെ എടുത്ത് വായിലേക്ക് വെച്ച് ഇങ്ങനെ ചവച്ചരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചവച്ചരച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ചേർന്ന് ഒന്നായിട്ട് മാറും. ഇങ്ങനെ ഒന്നായി മാറുന്ന ഒന്നാണ് സൗജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എവിടെയോ കിടന്നിരുന്ന രണ്ട് മനുഷ്യര് അവരൊന്നായി തീരുന്ന ഒരു വ്യവസ്ഥയാണ് ഇണ അല്ലെങ്കിൽ വിവാഹം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സംവിധാനത്തെ പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ
വിവാഹം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഈ ഭൂമിയിൽ കൊണ്ടുവന്നത്. അതിന്റെ ഉദ്ദേശം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ സമാധാനപൂർണമായി ജീവിക്കാൻ, സമാധാനത്തോടും സന്തോഷത്തോടും ശാന്തിയോടും കൂടിയുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത് എന്ന് പറയുന്നു. നമ്മളൊന്ന് ചോദിച്ചു നോക്കിയേ, ആ ശാന്തിപൂർണമായ, ആ സമാധാനപൂർണമായ ഒരു ജീവിതമാണോ വിവാഹാനന്തരം നമ്മളിൽ ഉള്ളത്? ഒന്ന് സ്വയം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പലരും പറയും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകും, കുടുങ്ങിപ്പോകും, മനസമാധാനം പോകും. ആദ്യം ആ പ്രൊഫസർ ചോദിച്ച ചോദ്യത്തിന് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരോട് ചോദിച്ചു കഴിഞ്ഞാല് നേരെ തിരിച്ചായിരിക്കും ഉത്തരം. അവിവാഹിതര് സന്തോഷത്തോടെയും വിവാഹിതര് അൺഹാപ്പി ലൈഫും കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്താണ് ഈ സമാധാനം അല്ലെങ്കിൽ ഈ സുക്കൂൻ അല്ലെങ്കിൽ ഈ സക്കീനത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കുടുംബത്തിലൂടെ നമുക്ക് കിട്ടേണ്ട ഈ സമാധാനവും സന്തോഷവും ശാന്തിയുമെല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകുന്നതിനുള്ള കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ, അള്ളാഹുവിനെ നമ്മൾ അവഗണിച്ചു എന്നത്. അഥവാ അള്ളാഹു എങ്ങനെയാണ് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നത് നമ്മൾ മനസ്സിലാക്കിയില്ല എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംവിധാനം ഏർപ്പാട് ചെയ്തിട്ട് അത് വളരെ മനോഹരമാക്കാൻ, അല്ലെങ്കിൽ ഈ സക്കീനത്ത് നമുക്ക് കിട്ടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മാർഗവും പറഞ്ഞു തരുന്നുണ്ട്. ഈ ആയത്തിന്റെ ബാക്കിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. എന്നിട്ട് നിങ്ങളുടെ ഇടയിൽ മവദ്ദത്തും റഹ്മത്തും ഞാൻ നൽകി. ഇതിൽ നിന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ഇതിൽ ഒരുപാട് പാഠങ്ങളുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഈ മവദ്ദത്തും ഈ റഹ്മത്തും? നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തെ വളരെ മനോഹരമാക്കാൻ കഴിയുന്ന ഈ ഒരു വ്യവസ്ഥ, ഈ മവദ്ദത്ത് റഹ്മത്ത്, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? നമ്മൾ സാധാരണ സ്നേഹം അല്ലെങ്കിൽ പ്രണയം, ലവ് എന്നതിനൊക്കെ അറബിയിൽ കേൾക്കാറുള്ള ഒരു പദം ഹുബ് എന്നതാണ്. ഹുബ് റസൂലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, റസൂലിനോടുള്ള സ്നേഹം, പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പരിശുദ്ധ ഖുർആൻ ഹുബിന് പകരം ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഉണ്ടായിരിക്കേണ്ടത് മവദ്ദത്ത് ആണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാണ് ഈ മവദ്ദത്ത് എന്നത്? മവദ്ദത്ത് എന്നത് പ്രകടിപ്പിക്കപ്പെടുന്ന സ്നേഹത്തിനെയാണ് മവദ്ദത്ത് എന്ന് പറയാം. നമ്മൾ പറയാറുണ്ട്, എനിക്ക് എൻ്റെ ഭാര്യയോടും മക്കളോടും എൻ്റെ ആളുകളോടൊക്കെ ഇങ്ങനെ സ്നേഹമുണ്ട് എന്ന് ഇങ്ങനെ പറയും. അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ സ്നേഹം ഇങ്ങനെ ഇന്ത്യയെന്ന് പറയലേ ഉള്ളൂ. ആ സ്നേഹത്തെ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയാറില്ല. പ്രകടിപ്പിക്കപ്പെടുന്ന, എക്സ്പ്രസ് ചെയ്യുന്ന സ്നേഹത്തിനെയാണ് പരിശുദ്ധ ഖുർആൻ മവദ്ദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഉണ്ടായിരിക്കേണ്ടത് എക്സ്പ്രസ് ചെയ്യുന്ന സ്നേഹമാണ്, പ്രകടിപ്പിക്കപ്പെടുന്ന പ്രണയമാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഉണ്ടാകേണ്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇടയിലുള്ള സ്നേഹപ്രകടനം ഏത് തരത്തിലുള്ളതാണ്? ഇമാം ഇബ്നു ഹസം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫൗൽ ഹമാമ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തില് ഭാര്യയും ഭർത്താവും അവരുടെ സ്നേഹം, അവരുടെ ശാരീരികമായും അവർ മാനസികമായുമുള്ള ആ സ്നേഹത്തെ കഴിയുന്ന രൂപത്തിലെല്ലാം അവർ പ്രകടിപ്പിക്കണമെന്ന് ഇമാം ഇബ്നുൽ ഹസം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്.
നമുക്ക് ആ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ സാധിക്കാറുണ്ട്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഈ പള്ളിയിൽ എത്തുന്നതിന് മുമ്പായി നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഭാര്യമാരെ ചുംബിച്ചിട്ടുണ്ടോ? ആ ഭാര്യയോടുള്ള ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിച്ചിട്ടാണോ ഈ സദസ്സിലേക്ക് വന്ന് ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്കത് സാധിക്കാത്തത്? എറിക് ഫ്രോമിന്റെ ഒരു പുസ്തകമുണ്ട്, ദ ആർട്ട് ഓഫ് ലവ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രണയിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു പുസ്തകം. അതിൽ അദ്ദേഹം 2 തരം പ്രണയങ്ങളെ കുറിച്ച് ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് മെച്യൂർ ലവ് ആണ്, ഒന്ന് അൺമെച്യൂർ ലവ് ആണ്. മെച്യൂർ ലവ് എന്നതുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് നമ്മുടെ സ്നേഹങ്ങളെ, നമ്മുടെ ഹൃദയത്തിലുള്ള ആ വികാരത്തെ തന്റെ ഭാര്യയുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നതിനെയാണ് അമെച്യൂർ ലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഇത്രയും വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട്, ഇത്രയും വർഷം ഒന്നിച്ച് നമ്മൾ അന്തി ഉറങ്ങിയിട്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഭാര്യയോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇണയോടുള്ള, ഭാര്യമാര് ഭർത്താക്കന്മാരോടും എങ്ങനെയാണ് അവരുടെ സ്നേഹത്തെ പ്രകടിപ്പിച്ചിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം പത്നിമാരെ കുറിച്ച് അവരെ വർണ്ണിച്ചുകൊണ്ട്, അവരെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു. ഖദീജ ബീവി റഹ്മത്തുള്ളാഹ് മരിച്ചതിന് ശേഷവും ആ പ്രിയ പത്നിയെ വാഴ്ത്തിക്കൊണ്ട്, ആ പ്രിയ പത്നിയുടെ സ്നേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു, നമ്മുടെ ഭാര്യമാര് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, നീയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ല, എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അതിന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക. പെരുമ്പടം ശ്രീധരന്റെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു നോവലുണ്ട്, ഹൃദയത്തിന്റെ ഉടമ എന്ന് പറയുന്ന ഒരു നോവൽ. ആ നോവലിൽ ഒരു പെൺകുട്ടി ടാക്സിയിൽ കയറി ഒരു കല്ലറയിൽ പോയി നിന്ന് കരയുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് ആ പെൺകുട്ടി ടാക്സിയിലേക്ക് തിരിച്ചു കയറി കരച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഡ്രൈവർ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് കരയുന്നത്? പക്ഷെ ആ പെൺകുട്ടിക്ക് അതിന് കൃത്യമായിട്ട് ഉത്തരമില്ല. പക്ഷെ ആ നോവലിന്റെ അവസാനത്തിലാണ് ആ പെൺകുട്ടി അതിനുള്ള ഉത്തരം പറയുന്നത്. അതായിരുന്നു എന്റെ ഹൃദയത്തിന്റെ ഉടമ എന്ന് ആ പെൺകുട്ടി ആ നോവലിന്റെ അവസാനം പറയുന്നു. ഇതുപോലെ എന്റെ ഹൃദയത്തിന്റെ ഉടമ ചിലപ്പോ നമ്മള് ഫോണിലൊക്കെ സേവ് ചെയ്ത് നോക്കും, മൈ ഹാർട്ട്, മൈ ലവ് എന്നൊക്കെ പറഞ്ഞു. ഇതായിരുന്നു എന്റെ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു നീ എന്ന് നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തടത്താണ് നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഭാര്യമാരോട് ആ സ്നേഹം പ്രകടിപ്പിക്കാത്തത് കൊണ്ടാണ് മക്കൾ ഈ സ്നേഹം കണ്ടുപിടിക്കാത്തത്. മക്കൾക്കറിയില്ല എങ്ങനെ സ്നേഹിക്കേണ്ടത് എന്ന്, എങ്ങനെയാണ് പ്രണയിക്കേണ്ടത് എന്ന് അവരുടെ ഉമ്മാടെ ഉപ്പാടെ കയ്യിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. അവര് സ്വാഭാവികമായും കാണുന്ന സോഷ്യൽ മീഡിയകളിൽ അവർ പ്രണയത്തെ കാണും, സിനിമകളിൽ അവർ പ്രണയത്തെ കാണും. ഇതായിരിക്കും പ്രണയം എന്ന് അവർ തെറ്റിദ്ധരിച്ച് അതിനെ ഫോളോ ചെയ്യുന്ന, അതിനെ പിൻപറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ വളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇടയിൽ നിറച്ച ആ മവദ്ദത്ത് നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴേ നമ്മുടെ മക്കളിലേക്കും ആ പ്രണയത്തെ അല്ലെങ്കിൽ ആ സ്നേഹത്തെ നമുക്ക് പകർന്നു നൽകാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ വിവാഹ ബന്ധത്തിന്റെ അടിസ്ഥാനം ഒന്ന് മവദ്ദത്താണ് എങ്കിൽ, രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് റഹ്മത്താണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാല് കാരുണ്യമെന്നാണ്. നമ്മൾ കാരുണ്യമെന്ന് അർത്ഥം വെക്കാറതിന്. എന്താണ് ഈ റഹ്മത്ത് കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? പൗലോകയിലൂടെ
ഒരു പുസ്തകമുണ്ട്, സഹീർ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. നഷ്ടപ്പെട്ട പ്രിയ ഭാര്യയെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഭർത്താവിന്റെ സംഭവമാണ് ആ നോവലിലുള്ളത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ ഭാര്യയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. ആ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു യാത്രയാണത്. ആ യാത്രയിൽ വഴിയിൽ വെച്ച് അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചത് നീ ആയത് കൊണ്ടല്ല ഞാൻ നിന്നെ തേടുന്നത്, പക്ഷെ എന്നെ ഏറ്റവും അധികം മനസ്സിലാക്കിയത് നീ ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ആ നോവലിൽ പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, എല്ലാ സമയത്തും ഈ സ്നേഹം, മവദ്ദത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. അവിടെയാണ് റഹ്മത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ട ആ സ്നേഹത്തോടൊപ്പം ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ് പരസ്പരം ഉള്ള ധാരണ, പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ ഇടയിലുള്ള ഈ തആറുഫാണ്, ഈ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങളുടെ വിവാഹ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാമ മുത്തവല്ലി ഷഅറാവി, അദ്ദേഹം ലോക പ്രശസ്ത മുഫസ്സിറാണ്, സ്കോളറാണ്. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹ ദിവസം അദ്ദേഹം തന്റെ മകന് നൽകുന്ന ഉപദേശം കേൾക്കാൻ വേണ്ടി ആളുകൾ കാതോർത്തിരിക്കുന്നുണ്ട്. എന്താണ് മകന് നൽകുന്ന ഉപദേശം എന്നറിയാൻ. അദ്ദേഹം തന്റെ മകന് നൽകിയ ഉപദേശം, കുൻ അബല്ലഹ വ അഖല്ലഹ, ഏ മകനെ, ഇതുവരെ ഏതോ ഒരു വീട്ടിൽ നിന്ന് ആരുടെ എല്ലാമോ മകളായി, ആരുടെ എല്ലാമോ സഹോദരിയായി ജീവിച്ച ഒരു പെൺകുട്ടിയെയാണ് നീ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആരെല്ലാമോ ഉപേക്ഷിച്ചാണ് അവൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവരെല്ലാം ആയി തീരാൻ നിനക്ക് കഴിയണം. സ്വന്തം വീട്ടിലുള്ള ഇത്രയും വർഷം ഒന്നിച്ച് ജീവിച്ച എല്ലാവരെയും ഉപേക്ഷിച്ചാണ് നിന്റെ കൂടെ അവൾ വരുന്നത്. അവൾക്ക് അവരെല്ലാമായി മാറാൻ നിനക്ക് സാധിക്കണമെന്ന് അല്ലാമ മുതവല്ലി ഷഅറാവി റഹ്മഹുല്ലാഹ് അദ്ദേഹം തന്റെ മകന് നൽകുന്ന ഉപദേശം അതാണ്. പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഭർത്താവ് ചിലപ്പോ ജോലിക്ക് പോണ ആളായിരിക്കും. ആ ജോലിയിൽ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. ആ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയുടെ മുഖം, ആ ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാക്കാതെ ഭാര്യ ഭർത്താവിനോട് മോശമായാണ് പെരുമാറുന്നതെങ്കിൽ ആ ബന്ധത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയ പത്നിയെ അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഴ്ത്തിയത്. അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയ പത്നിയെ പുകഴ്ത്താനുള്ള കാരണം, അബൂദർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പുഞ്ചിരിച്ച മുഖത്തോടെയല്ലാതെ തന്റെ പ്രിയ പത്നി തന്റെ ഭർത്താവിനെ സ്വീകരിക്കുമായിരുന്നില്ല എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ആയിരിക്കണം ഭാര്യമാര്. ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ സിറ്റുവേഷനെ, അവരുടെ അവസ്ഥയെ മനസ്സിലാക്കി സ്വീകരിക്കാൻ കഴിയുന്നവരായിരിക്കണം ഭാര്യമാര്. ഭാര്യമാര് മാത്രമല്ല, ഭർത്താക്കന്മാരും അതുപോലെ ആയിരിക്കണം. എന്റെ ഭാര്യയുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മൾ ജോലിക്ക് പോകുന്നവരാണെന്നുള്ളൊരു റീസൺ നമുക്കുണ്ട്. പക്ഷെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ലീവ് ഉണ്ട്. ഞായറാഴ്ച ചിലപ്പോ ആളുകൾക്കെല്ലാം ലീവായിരിക്കും. പക്ഷെ ഒരു ദിവസം പോലും ലീവ് ഇല്ലാതെ, ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ പ്രിയ ഭാര്യമാര്, പ്രിയ പത്നിമാര്. നമ്മുടെ മക്കളെയും നമ്മുടെ വീടും നമ്മളെയും എല്ലാം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അവര്. അവർക്ക് ഒരു ദിവസം നമുക്ക് റെസ്റ്റ് നൽകാൻ വേണ്ടി സാധിക്കണം. നമ്മൾ ഒരിക്കലും അതിനെ കുറച്ചിലായിട്ട് കാണരുത്. ഒരു ദിവസം വീട്ടിലെ ജോലി അല്ലെങ്കിൽ ഭാര്യയെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അതിന് കുറവായിട്ട് കാണരുത്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ആളുകൾ വന്നിട്ട് ആയിഷ റളിയല്ലാഹുവിനോട് ചോദിച്ചു, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ നൽകുന്ന മറുപടി, കാന യഹീതു സൗബഹു വയഖ്സിഫ് നഹലഹു വയഅമലു മാ യഅമലു റജുലു ഫീ ബുയൂതിഹിം. എന്റെ റസൂല് എന്റെ വീട്ടിൽ എന്റെ വസ്ത്രം കഴുകിത്തരുമായിരുന്നു, ചെരുപ്പ് തുന്നിത്തരുമായിരുന്നു,
ഒരു പുരുഷന്മാരും വീട്ടിൽ പണിയെടുക്കാത്ത രൂപത്തില് എന്റെ വീട്ടില് എന്റെ റസൂൽ പണിയെടുക്കുമായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ നൽകിയ മറുപടി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ആരാണ് ഈ പണിയെടുക്കുന്നത്? നമ്മളൊക്കെ ജോലിക്കാരാണ്, മറ്റു ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്, തിരക്കിന്റെ ആളുകളാണ്. അള്ളാന്റെ റസൂലിന്റെ അത്രയും വലിയ തിരക്കൊന്നും ഒരു മനുഷ്യനുമില്ല. അള്ളാന്റെ റസൂൽ എന്നത് ഒരു പ്രവാചകനായിരുന്നു, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു. ആ റസൂലാണ് സ്വന്തം ഭാര്യക്ക് സ്വന്തം വീട്ടില് സ്വന്തം ഭാര്യയെ സഹായിക്കുന്ന പണികൾ എടുക്കുന്നത്. അശാവാണെന്ന് വിശദീകരിക്കുന്ന എന്റെ മക്കളെ കുളിപ്പിച്ചിരുന്നത് റസൂലായിരുന്നു, വീട്ടിലുണ്ടായിരുന്ന കുട്ടികളെ കുളിപ്പിച്ചിരുന്നത് റസൂലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. നമ്മൾ മക്കളെ കുളിപ്പിക്കുന്നത് പോയിട്ട് മക്കൾ എന്താണ് പഠിക്കുന്നത് എന്നെങ്കിലും നമുക്കറിയോ? എന്റെ മക്കള് ഏത് ക്ലാസ്സിലാണെന്ന് ചിലപ്പോൾ അറിയായിരിക്കും. ആ ക്ലാസ്സിൽ അവന്റെ നിലവാരം എന്താണെന്ന് നമുക്കറിയോ? അവൻ മദ്രസയിൽ പോകുന്നുണ്ടാകും, മദ്രസയിൽ അവൻ എന്താണ് പഠിക്കുന്നത് എന്ന് നമുക്കറിയോ? ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു വിവാഹത്തിലൂടെ ഭാര്യ ഭർത്തൃ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ഈ മവദ്ദത്തും റഹ്മത്തും എന്നതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. എപ്പോഴും പരസ്പരം മനസ്സിലാക്കി പരസ്പരം സഹകരിച്ചുള്ള ആ മുന്നോട്ട് പോക്കാണ് റഹ്മത്ത് എന്നതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അർത്ഥമാക്കുന്നത്. അതാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ആരായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ? മക്കയിലെ സമ്പന്ന, തനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സമ്പത്തുള്ള അധികാരമുള്ള ഒരു മനുഷ്യനെ വേണമെങ്കിൽ വിവാഹം ചെയ്യാമായിരുന്നു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ഈ ഖദീജ റളിയല്ലാഹു അൻഹു തരണം ചെയ്യാനുള്ള ശക്തി നൽകി. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മിലൂനി എന്ന് പറഞ്ഞു ഓടി വരുമ്പോൾ ചേർത്ത് പിടിച്ച് ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നോട്ട് പോക്കിന് ശക്തി നൽകി, ഒരു സപ്പോർട്ട് നൽകി. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും റസൂലേ അങ്ങയുടെ കൂടെ ഞാനുണ്ട് എന്ന് ആ ഖദീജ റളിയല്ലാഹു അൻഹ ആ പ്രവാചകന് ഉറപ്പ് നൽകി. ആ ഒരു പുരുഷന് വേണ്ട ജീവിതത്തിന്റെ സപ്പോർട്ട് നൽകാൻ ഖദീജ റളിയല്ലാഹു അൻഹക്ക് സാധിച്ചു. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ട മക്കളെ നൽകി. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തളികയിൽ ഭക്ഷണവുമായ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, ആ ഖദീജക്ക് നീ സലാം പറഞ്ഞേരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തില് ഖദീജക്ക് വേണ്ടി ഒരു കൊട്ടാരം പണിതു വെച്ചിട്ടുണ്ട് എന്ന് നീ അറിയിച്ചു കൊടുത്തേര് റസൂലെ എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ആ കൊട്ടാരം ലഭിച്ചത്? സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കി ഭർത്താവിന്റെ പ്രശ്നങ്ങളെ ഉൾക്കൊണ്ട് ആ ഭർത്താവിന്റെ ജീവിതത്തിന് വേണ്ട സപ്പോർട്ട് നൽകിയ ഒരു സ്ത്രീ എന്നതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിതു കൊടുത്തത്. അതുപോലെയുള്ള കൊട്ടാരങ്ങൾ നമുക്ക് പണിയാൻ സാധിക്കും. നമ്മൾ നമ്മുടെ ഭാര്യയെയും ഭാര്യമാർ ഭർത്താക്കന്മാരെയും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ ഒരു കൊട്ടാരം നമുക്കും പണിതു തരുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാകും. ചട്ടിങ്ങലായ തട്ടി മുട്ടിയിരിക്കുന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നാടൻ ഭാഷയിൽ. ഫാമിലി ലൈഫ് ആകുമ്പോൾ ചെറിയ ചെറിയ ഒരസലുകൾ ഉണ്ടാകും. പക്ഷെ ആ ഒരസലുകളെ നമ്മൾ ഒരിക്കലും പ്രശ്നങ്ങളാക്കി മാറ്റരുത്. അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത്, ലാ യുഫ്രിഖുൽ മുഅ്മിനു മുഅ്മിനതൻ ഇൻ സഖത മിൻഹാ ഖുൽഖൻ റളിയ മിൻഹാ ആഖർ. നിങ്ങൾ പരസ്പരം ഫറക്ക് നടത്തരുത്. ഫറക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും മുറിവ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഉണങ്ങി വരുന്ന പൊറ്റ, ആ പൊറ്റ വീണ്ടും മാന്തി പൊട്ടിക്കുന്നതിനാണ് ഫറക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് സന്തോഷത്തോടെ ഇരിക്കുന്ന ചില സന്ദർഭങ്ങളിൽ ചിലപ്പോ
പല രഹസ്യങ്ങളും ജീവിതത്തിൽ മുൻകഴിഞ്ഞു പോയ പല രഹസ്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും നിമിഷങ്ങളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ. നിങ്ങൾ അത് ഓർത്തു വെച്ച് അതിനെ വീണ്ടും തോണ്ടി തോണ്ടി പ്രശ്നങ്ങളാക്കരുത് എന്നാണ് അള്ളാഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ട് സുഹൃത്തുക്കളുടെ ഒരു യാത്രയുടെ ഒരു കഥയുണ്ട്. രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ ഒന്നിച്ച് യാത്ര പോവുകയാണ്. ആ സുഹൃത്തുക്കൾ യാത്രയിൽ പോയി വഴിയിൽ വെച്ച് ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിനെ തല്ലി. അപ്പോൾ ആ സുഹൃത്ത് മണ്ണിൽ എഴുതിയിട്ടു ഈ സുഹൃത്ത് എന്നെ തല്ലിയത്. കുറച്ചും കൂടി കടന്ന് അവരൊരു പുഴയുടെ മുമ്പിലേക്ക് എത്തി. ആ പുഴയുടെ അടുത്ത് വെച്ച് ഒരു സുഹൃത്ത് തെന്നി ആ പുഴയിലേക്ക് വീഴാൻ പോയി. അപ്പൊ ആ തല്ല് കിട്ടിയ സുഹൃത്ത് അദ്ദേഹത്തെ പിടിച്ചു കയറ്റി, ആ പുഴയിൽ നിന്ന് പിടിച്ചു കയറ്റി. അദ്ദേഹം ഒരു പാറയിൽ എഴുതി വെച്ചു, ഞാൻ എൻ്റെ സുഹൃത്തിനെ സഹായിച്ചു എന്ന്. അപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ തല്ലിയത് മണ്ണിലും നിന്നെ സഹായിച്ചത് പാറയിലും എഴുതിയിട്ടത്? അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞത്, നീ എന്നെ തല്ലിയത്, നീ എന്നെ വേദനിപ്പിച്ചതാണ്. അത് ഞാൻ മണ്ണിൽ എഴുതിയത് അത് മാഞ്ഞു പോകാനാണ്, അത് മറന്നു പോകാനാണ്. പക്ഷെ ആ സഹായിച്ചത് ഞാൻ നിനക്ക് നന്മ ചെയ്തതാണ്. നിനക്ക് ചെയ്ത നന്മകള് അതെന്നൊന്നും ഓർത്തിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ പാറയിൽ എഴുതിയത് എന്ന് ആ സുഹൃത്ത് പറയുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഇടയിലുള്ള കാര്യങ്ങൾ. അവർ ചെയ്യുന്ന നന്മകള്, ഭാര്യയും ഭർത്താക്കന്മാരും ചെയ്യുന്ന നന്മകള് നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിടാനും